ഇമിഗ്രന്റ് അക്കാദമിയിൽ പഠിക്കുന്നത്. ഞാൻ ഏവൻ ഓൺലൈനായിട്ടായിരുന്നു ഞാൻ ഏവൻ പഠിച്ചത്. അതിൻ്റെതായ എല്ലാ പോരായ്മകളും എനിക്കുണ്ടായിരുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കുമ്പോൾ ഒരു ടീച്ചേഴ്സുമായിട്ട് ഒരു ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റിൽ ഒരു ക്ലാസ് റൂം എക്സ്പീരിയൻസിൽ പഠിക്കുമ്പോൾ നല്ല നല്ല മാറ്റങ്ങളാണ് എനിക്ക് A2 തൊട്ട് ഇവിടെ വന്നു തുടങ്ങിയത്. ഞാൻ ഏവൻ കഴിഞ്ഞിട്ട് ഇവിടെ A2-ന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ എന്നോട് ഒരു സെന്റൻസ് പോലും ഒരു കുഞ്ഞൊരു മലയാളം സെന്റൻസ് ഒരു ജർമ്മനിലോട്ടൊന്ന് ആക്കാൻ പറഞ്ഞാൽ പോലും ഞാൻ ഇങ്ങനെ ബബ്ബ വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര പാടായിരുന്നു എനിക്കതൊന്ന് കൺവേർട്ട് ചെയ്ത് അതിനെ ഒരു ജർമ്മൻ ലാംഗ്വേജിലോട്ട് ഒന്ന് മാറ്റിയെടുക്കാനായിട്ട്. പക്ഷെ ഒരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ എല്ലാ മാറ്റങ്ങളും എനിക്കുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം എപ്പം ഒരു മലയാളം സെന്റൻസ് പറഞ്ഞാലും എനിക്ക് അതിൻ്റെതായ രീതിയിൽ ഒരു ആദ്യമൊക്കെ കുറച്ച് മിസ്റ്റേക്സ് വരും, പിന്നെ മിസ്റ്റേക്സോട് ഇല്ലാണ്ട് തന്നെ എനിക്കൊരു അതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ജർമ്മനിൽ തന്നെ ആക്കാനുള്ള ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ എനിക്ക് പറ്റി. പിന്നെ ഞാനിവിടെ വന്നപ്പോൾ എൻ്റെയും ആദ്യത്തെ മിസ് അനിറ്റ് മിസ് ആയിരുന്നു. മിസ്സിൻ്റെ അടുത്ത് ഞാൻ ഇവിടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 3 വീക്സോളം അനിറ്റ് മിസ്സിൻ്റെ തന്നെ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അനിറ്റ് മിസ്സിൻ്റെ അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രൊനൗൺസിയേഷൻ ആയിരുന്നു. ഓരോന്നിൻ്റെയും ഓരോ വേർഡ്സിൻ്റെയും എങ്ങനെ നമ്മളതിനെ പക്കായിട്ട് പ്രൊനൗൺസ് ചെയ്യാന്നുള്ളത് ഞാൻ അനിറ്റ് മിസ്സിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വളരെ ടീച്ചേഴ്സ് നമുക്കൊരു പ്രിപ്പറേഷൻ ടൈം ആണെങ്കിലും എക്സാം പ്രിപ്പറേഷൻ ടൈം ആണെങ്കിലും നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് അത്രയും ഒരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് എപ്പോൾ ഒരു സ്നേഹ മിസ് എൻ്റെ B1-ലെ ക്ലാസ് ടീച്ചർ സ്നേഹ മിസ് ആയിരുന്നു. അപ്പോൾ സ്നേഹ മിസ്സിനൊക്കെ ഞാൻ രാത്രിക്ക് വരെ മിസ് ഈ സെന്റൻസ് ഇങ്ങനെ വന്നാൽ കുഴപ്പമുണ്ടോ, അങ്ങനെ വന്നാൽ കുഴപ്പമുണ്ടോ എന്നുള്ളത് സ്പീക്കിംഗ് ആണെങ്കിലും റൈറ്റിംഗ് ആണെങ്കിലും ആൽബർട്ട് സാർ എൻ്റെ റൈറ്റിംഗ് സെക്ഷൻ്റെ ആൽബർട്ട് സാർ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതൊക്കെ റൈറ്റിംഗ്സ് എപ്പോഴൊക്കെ എഴുതിയാലും ഞാൻ സാറിൻ്റെ അടുത്ത് കൊണ്ടുവച്ചിട്ടും സാർ അതെങ്ങനെ വരുത്തണം, എന്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ട്, ഇനി എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത് പക്കായിട്ട് നമുക്ക് പറഞ്ഞു തരും. അതൊക്കെ വളരെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എനിക്ക്. ഞാൻ കൊൽക്കട്ടയിലാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അത് കിട്ടി, 4 മൊഡ്യൂളും കിട്ടി. അത് ഇവിടെ വന്ന് പഠിച്ചത് കൊണ്ടും ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ എല്ലാം ഒരു ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. ഐ എം വെരി താങ്ക്ഫുൾ ടു ഓൾ. താങ്ക് യു.